ആരോഗ്യകാര്യത്തിൽ നമ്മുടെ അടുക്കള എത്രത്തോളം സുരക്ഷിതമാണ്? ആരോഗ്യകരമായ ഭക്ഷണക്രമം, വ്യായാമം ഇതൊക്കെ ഉണ്ടെങ്കിലും അടുക്കളയിൽ ആരോഗ്യകരമായ ഒരു സാഹചര്യമില്ലെങ്കിൽ ഇവയെല്ലാം അണുക്കളുടെ മുന്നിൽ ഒന്നുമല്ലാതാവും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതിലും ചെറുതാണ് മാരകമായ രോഗാണുക്കൾ. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയെത്താത്ത ഇടങ്ങളിലാണ് അവ മറഞ്ഞിരിക്കുന്നത്. അടുക്കളയിൽ നമ്മൾ എത്ര കഴുകി സൂക്ഷിച്ചാലും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ചില വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന ബൂസ്റ്റിന്റെയും ബോൺവിറ്റയുടെയും കുപ്പികൾ എത്ര കാലം കഴിഞ്ഞാലും കളയാൻ മലയാളികൾക്ക് പൊതുവെ മടിയാണ്. അതുപോലെ ഐസ്ക്രീം ബോക്സ്, ഭക്ഷണം പാഴ്സൽ കൊണ്ടുവരുന്ന പാത്രങ്ങൾ എല്ലാം അടുക്കളയിൽ മെയിൻ ആയിരിക്കും. ഇവ പുറമേ കാണാൻ കുഴപ്പമില്ലെങ്കിലും ഇതിൽ മിക്കതും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിരിക്കും. അസിഡിക് പ്രത്യേകതകൾ ഉള്ളതോ അധികമായി ഉപ്പ് കലർന്നതോ എണ്ണ കലർന്നതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയിൽ സൂക്ഷിച്ചാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ BPA പോലുള്ള കെമിക്കലുകൾ ഭക്ഷണത്തിൽ കലരും. റൂം ടെമ്പറേച്ചറിലും ഫ്രിഡ്ജിലും സൂക്ഷിച്ചാൽ പോലും ഇത്തരം അപകട സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുക്കളയിൽ പാത്രം കഴുകാൻ എടുക്കുന്ന സ്പോഞ്ചുകളാണ് അടുത്ത വില്ലൻ. സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബറുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് രോഗാണുക്കളെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. കാലങ്ങളായി ഉപയോഗിക്കുന്ന സ്പോഞ്ചുകളിൽ ആയിരക്കണക്കിന് ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. കാഴ്ചയിൽ കഴുകിയ വൃത്തിയായി സൂക്ഷിച്ചാലും ഫംഗസുകളും ബാക്ടീരിയകളും ഒളിച്ചിരിപ്പുണ്ടാകും. 2-3 ആഴ്ചയിൽ കൂടുതൽ ഒരു സ്പോഞ്ച് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പതിവ് ഉപയോഗത്തിന് ശേഷം സ്പോഞ്ചുകളും സ്ക്രബ്ബറുകളും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. മറ്റൊരു വില്ലനാണ് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ. കട്ടിംഗ് ബോർഡുകളിൽ വളരെ എളുപ്പത്തിൽ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാൻ സാധിക്കും. എന്നാൽ അധിക സമയം ഈർപ്പവും ഭക്ഷണ പദാർത്ഥങ്ങളും അവശേഷിക്കുന്നതിലൂടെ ബാക്ടീരിയയുടെ വാസസ്ഥലമായി കട്ടിംഗ് ബോർഡുകൾ മാറും. കൂടാതെ ഇതിൽ പോറൽ വരുന്നതിലൂടെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിലെ മൈക്രോ പ്ലാസ്റ്റിക് പച്ചക്കറികളിലൂടെ നമ്മുടെ ഭക്ഷണത്തിലും പിന്നാലെ നമ്മുടെ ശരീരത്തിലും എത്തും. കട്ടിംഗ് ബോർഡുകൾക്ക് ചെറിയ നിറവ്യത്യാസം അനുഭവപ്പെടുകയോ കത്തികൊണ്ടുള്ള പാടുകൾ ഒറ്റ നോട്ടത്തിൽ കാണപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ അവ മാറ്റണം. അതുപോലെ തന്നെയാണ് കിച്ചൺ ടവലുകളും. അടുക്കളയിൽ കിച്ചൺ ടവലുകൾ വളരെ അത്യാവശ്യമാണ്. പാചകത്തിനിടെ കൈ തുടയ്ക്കാനും പാത്രങ്ങളിലെ ജലാംശം നീക്കം ചെയ്യാനും ചൂടുപാത്രങ്ങൾ വാങ്ങിവെക്കാനും കൗണ്ടർ ടോപ്പുകൾ തുടയ്ക്കാനുമൊക്കെയായി കിച്ചൺ ടവലുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നത് ബാക്ടീരിയ വളരാൻ കാരണമാവും. സാധാരണ രീതിയിൽ മാത്രമാണ് ഇവ കഴുകിയെടുക്കുന്നതെങ്കിൽ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കും. കോട്ടൺ ടവലാണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ മാറ്റുന്നതാണ് നല്ലത്. ഏതെങ്കിലും തരത്തിൽ ടവലുകളുടെ നിറം മാറുകയോ ദുർഗന്ധമുണ്ടാവുകയോ ചെയ്താൽ ഉടൻ അത് മാറ്റാൻ ശ്രദ്ധിക്കുക.